ഹായ് ഹലോ വീണാസ് ടോളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വാസത്തോടെ തുടങ്ങാട്ടോ. ഞാൻ വീണയാണ്. അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, എന്താണ് വീഡിയോ പുറത്തുനിന്നൊന്നും എടുക്കാത്തത്. സാധാരണ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് ഈ ഒരു മുറ്റത്തും പിന്നെ അകത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കാറ്. ഇപ്പോൾ പുറമേ ഒന്നും എടുക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണം പറഞ്ഞിട്ടായിരിക്കാം ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് ഇന്നിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോസ് എടുക്കുന്നതും എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറ്. അപ്പം അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ വീഡിയോസിൽ. ഇപ്പോൾ ഫോണിൽ പിടിച്ച് നമുക്ക് വീഡിയോസ് എടുക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കുറച്ചൊക്കെ ബെറ്ററായിട്ട് പുറത്ത് പോയി ചെയ്യാം. ഏട്ടൻ പണിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം ചെയ്യാറ്. വീട്ടിലുണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ തന്നെയാണ് സ്വന്തം എല്ലാം ചെയ്യാറൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇതിന് മുന്നേ ഒരു ചാനൽ തുടങ്ങിയപ്പം അത് ജസ്റ്റ് ടൈം പാസ് എന്ന രീതിയിൽ തുടങ്ങിയത്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല, കുറച്ചും കൂടെ ചാനൽ ഇപ്പം എന്താ പറയുക, ഒരു ദിവസം വ്യൂ പോയില്ലെങ്കിൽ, ഒരു ദിവസം സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടില്ലെങ്കിൽ ചെറിയൊരു ഡൗണൊക്കെ ആയിരിക്കും, മെൻ്റലി ഡൗണൊക്കെ ആയിരിക്കും. അപ്പം എന്താ, നമുക്ക് യൂട്യൂബിന് വേണ്ടി 1 മണിക്കൂർ 2 മണിക്കൂർ മാറ്റി വെക്കുന്നു, അതിനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മൈൻഡ് കൊണ്ട് റിലാക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തുടങ്ങിയത് കേട്ടോ. അപ്പം പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഏട്ടൻ പണിക്ക് പോകുമ്പം അവർക്കൊരു സൈഡിലൊരു കൈത്താങ്ങാവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. മെയിൻ കാരണം തന്നെ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ എത്ര ദിവസം ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ തുടങ്ങിയൊരു ചാനലാണ് ഇത് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പം യൂസ് ചെയ്യുന്ന സ്റ്റാൻഡ് ഇതിന് മേലെ ഉണ്ടായ റിംഗ് ലൈറ്റ് പൊട്ടിപ്പോയി കേട്ടോ, അതിൽ കത്തുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ഏട്ടൻ ചെയ്ത് തന്നെയാണ് കേട്ടോ. ഈ ലൈറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയറൊക്കെ സെറ്റ് ചെയ്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറണ്ട് ഇതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ട്രൈപോഡ് സ്റ്റിക്ക്. അതിന് റിംഗ് ലൈറ്റ് പൊട്ടിപ്പോയതാണ് എൻ്റെ പ്രശ്നം കേട്ടോ. അപ്പോൾ കത്തൊന്നും ഉണ്ടായില്ല. ഞാനപ്പോൾ എനിക്ക് ഏട്ടന് പറഞ്ഞപ്പോൾ ഏട്ടൻ തൽക്കാലം ഇങ്ങനെ ആക്കി തന്നെയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പുതിയ ഒരെണ്ണം വാങ്ങിക്കാം. അപ്പോൾ അത് മാത്രമല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങണം എന്നുണ്ട്. യൂട്യൂബിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം, വാങ്ങണം എന്നൊക്കെ ഉണ്ട്. പുറകെ എല്ലാം ചെയ്ത് ഞാൻ എന്തായാലും ഭാവിയിൽ ഒരു യൂട്യൂബറായി നല്ലൊരു യൂട്യൂബറായിട്ട് മാറുന്ന പ്രതീക്ഷ എനിക്കുണ്ട് കേട്ടോ. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായ ട്രബിളിങ്ങൾ കുറച്ച് പൂവോ ഒരു പൂ കുറച്ച് കൊടുക്കും കേട്ടോ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. എന്നാലും ബെറ്ററിനേക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് മാത്രമല്ല, ഇനിയും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷേ എനിക്ക് പതുക്കെയല്ലേ വരാൻ പറ്റുള്ളൂ. എനിക്ക് മാത്രമല്ല, വളർന്നു വരുന്ന എല്ലാ യൂട്യൂബേഴ്സിനും സാവധാനം മെല്ലെ മെല്ലെ ഇമ്പ്രൂവ്മെൻ്റ് ആയി വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്നെ കൊണ്ടാവുന്നോളം ഞാനെല്ലാം ശ്രമിക്കും. വീഡിയോസിനും പിന്നെ ക്വാളിറ്റിയിലും എല്ലാ കാര്യങ്ങളിലും ഞാൻ ശ്രദ്ധിക്കും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ. അത്രയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞധികം നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.